ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു ഗെയിം നടത്തിയാലോ? ഗെയിം ഇഷ്ടമല്ലേ? കാട്ടിലാണ് ഈ ഗെയിം നടക്കുന്നത്. കാട്ടിൽ ആരാ ഉള്ളത്? മൃഗങ്ങളല്ലേ. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ സിംഹം വേണം, മന്ത്രിയായ കടുവ വേണം, സേവകനായ കുരങ്ങൻ വേണം, പിന്നെ സിംഹത്തിന് ഭക്ഷിക്കാനുള്ള 12 മൃഗങ്ങൾ വേണം. കാട്ടിൽ വട്ടത്തിൽ 60 കളങ്ങൾ വരയ്ക്കണം. 5ന്റെ ഗുണിതങ്ങളിലായി ഓരോ മൃഗം വീതം ഒളിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെ ഒളിക്കും? 5ാമത്തെ കളത്തിൽ 1ാമത്തെ മൃഗം, 10ൽ 2ാമത്തെ മൃഗം, 15ൽ 3, അങ്ങനെ 60ാമത്തെ കളം എത്തുമ്പോൾ 12ാമത്തെ മൃഗം ഒളിച്ചിരിക്കും. ഇനി ഈ കളി കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഗെയിം തുടങ്ങുമ്പോൾ സിംഹവും കടുവയും കുരങ്ങനും 12ാമത്തെ മൃഗം ഒളിച്ചിരിക്കുന്ന 60ാമത്തെ കളത്തിൽ ഇരിക്കണം. കുരങ്ങൻ 1ാമത്തെ കളത്തിൽ നിന്ന് 60ാമത്തെ കളം വരെ ക്രമമായി ഓടണം. 60ലെത്തിയാൽ കുരങ്ങൻ 60 എന്ന് ഉറക്കെ പറയും. അപ്പോൾ 60ാമത്തെ കളത്തിൽ നിൽക്കുന്ന കടുവ 1ലേക്ക് ചാടി മിനിറ്റ് 1 എന്ന് പറയണം. കുരങ്ങൻ ഓടിക്കൊണ്ടേയിരിക്കും. 2ാമത്തെ റൗണ്ട് കുരങ്ങൻ പൂർത്തിയാക്കുമ്പോഴേക്കും കടുവ 1ാമത്തെ കളത്തിൽ നിന്ന് 2ലേക്ക് ചാടി 2 മിനിറ്റ് എന്ന് പറയും. കുരങ്ങൻ ഓരോ റൗണ്ട് പൂർത്തിയാക്കുമ്പോഴും കടുവ തൊട്ടടുത്ത കളത്തിലേക്ക് ചാടി സംഖ്യ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ കടുവ 60 മിനിറ്റ് എത്തുമ്പോൾ സിംഹം 5ാമത്തെ കളത്തിൽ ഒളിച്ചിരിക്കുന്ന ഇരയെ പിടിച്ചിട്ട് 1 പറയണം. ഇങ്ങനെ കുരങ്ങൻ 60 പൂർത്തിയാക്കുന്നതനുസരിച്ച് കടുവയും കടുവ 60 പൂർത്തിയാക്കുന്നതനുസരിച്ച് സിംഹവും കളം മാറിക്കൊണ്ടേയിരിക്കും. 60ാമത്തെ കളത്തിലെ മൃഗത്തെ പിടിച്ച് സിംഹം എന്തു പറയും? 12 എന്ന് പറയും അല്ലേ. അപ്പോൾ ഗെയിം അവസാനിക്കും. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളും സ്കൂളിൽ ഈ ഗെയിം കളിച്ചു നോക്കണം. ഇരയെ പിടിക്കുക എന്നാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ പേര്. ഇനി വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യും? വീട്ടിലെത്തിയിട്ട് ക്ലോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സൂചിയാണ് കുരങ്ങൻ, നീളമുള്ള മിനിറ്റ് സൂചി കടുവയും, കുറുകിയ മണിക്കൂർ സൂചി സിംഹവുമാണ്. അപ്പോൾ ഗെയിം തുടങ്ങിയല്ലേ?